ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വരട്ടിയതാണ്. അതിലേട്ടായിട്ട് നമ്മൾ ഏകദേശം ഒരു 1/2 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. ബീഫ് നമ്മൾ നന്നായി കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയാൽ നല്ലതാട്ടോ. അങ്ങനെ കഴുകി എടുക്കണം. എന്നിട്ട് നമ്മളിതൊരു കുക്കറിലിട്ട് വയ്ക്കുക. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ നമ്മുടെ ഒരു ഫ്ലേവറിനനുസരിച്ച് കുറച്ച് പെപ്പറും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഇവിടെ കല്ലുപ്പാട്ടോ യൂസ് ചെയ്യാറ്. ഇതൊക്കെ ഇട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്തിട്ട് അങ്ങ് വയ്ക്കുക. എന്നിട്ട് ഒരു 2 വിസിലടിച്ചിട്ട് ഇവിടെ 2 വിസിലായപ്പോഴത്തേക്കും വെന്തിട്ടുണ്ടായിരുന്നേ. നിങ്ങൾ നോക്കുക, ചിലപ്പോൾ ഒരു 3 വിസിൽ 4 വിസിലൊക്കെ വേണ്ടി വരിയിരിക്കും. എന്നിട്ട് നമ്മുടെ ബീഫ് വരട്ടാൻ ആവശ്യമായിട്ടുള്ളത് ഇത്രയും വെളുത്തുള്ളി, ഒരു 2 കഷ്ണം ഇഞ്ചി, ഒരു 3 സവാള, 2 പച്ചമുളക്, പിന്നെ കുറച്ച് മസാലപ്പൊടികൾ. ഗരം മസാല 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല. പിന്നെ നമുക്കറിയാലോ, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. വെളുത്തുള്ളി ഇഞ്ചിയും എടുത്ത് ചതച്ച് മാറ്റി വയ്ക്കുക. പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വറ്റൽമുളക് പൊടിച്ചതാട്ടോ. എന്നിട്ട് ആ ചീനച്ചട്ടി അങ്ങ് വയ്ക്കുക. അതിനകത്തിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലിട്ട് ഇഞ്ചി വെളുത്തുള്ളി പൊടിച്ചിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കിക്കഴിഞ്ഞ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തിട്ട് വറ്റൽമുളക് അങ്ങ് ആഡ് ചെയ്യുക. ഇവിടെ ചതച്ച വറ്റൽമുളകാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായി ഇളക്കിയതിന് ശേഷം അതിലിട്ട് നമ്മൾ ഈ മസാലപ്പൊടിയൊക്കെ ആഡ് ചെയ്യണേ. മസാലപ്പൊടി ആഡ് ചെയ്തിട്ട് നമുക്കറിയാലോ, ആസ് യൂഷ്വൽ പച്ചമണം മാറി കഴിയുമ്പോൾ അതിനകത്തിട്ട് ഈ കറിവേപ്പിലയും നമ്മുടെ മല്ലിയിലൊക്കെ ആഡ് ചെയ്തിട്ട് അത്യാവശ്യം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിനകത്തിട്ട് നമ്മുടെ കുറച്ച് മുന്നേ നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകില്ലേ, അതങ്ങ് ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ സവാള ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടി അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒരുപാട് വാടൊന്നും വേണ്ട. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ ബീഫ് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി അങ്ങ് ഇളക്കുക. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. തുറന്ന് വച്ചിട്ട് അതിൻ്റെ വെള്ളം നന്നായി വറ്റിച്ചടക്കണം. അങ്ങനെ നമ്മുടെ ബീഫ് വരട്ടിയത് വറ്റിച്ച് റെഡിയായി ഗൈസ്. ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് ടൈം കൺസ്യൂമിങ് അല്ല. അത് കാരണം കൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ ബൈ ഗായ്സ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്